മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുമായി വയനാട് ഫ്ലവർ ഷോ 2025 തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ ഫ്ലവർ ഷോയും അതിന്റെ കാഴ്ചകളൊക്കെയാണ്. അതുമാത്രമല്ല, ഈ വർഷം പതിവിന് വിപരീതമായിട്ട് കാർഷിക ഗവേഷണ കേന്ദ്രമല്ല ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത കാഴ്ചകളൊക്കെ ഉണ്ടോ ഇന്നത്തെ വീഡിയോയിൽ. എന്നത്തെയും പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഈ കാണുന്നത് അമ്പലൂർ ടൗൺ ആണ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമേ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തേക്കുള്ളൂ. വയനാട് ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയും നല്ല സ്പേസുള്ള ടൗൺ ആട്ടോ അമ്പലൂർ ടൗൺ. അങ്ങനെ കുറച്ചു ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ വലത് സൈഡിലായിട്ട് പൂപ്പുരി 2020 എന്നൊരു ബോർഡ് കാണാം കേട്ടോ. വാഹനം വഴിയിൽ പാർക്ക് ചെയ്തു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇതുപോലുള്ള ഒരുപാട് കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയും. തൊട്ട് മുമ്പിലായി ടിക്കറ്റ് കൗണ്ടറും കാണാം. ഫ്രണ്ട് രാഹുവിന്റെ കയ്യിൽ നിന്ന് 150 രൂപ വാങ്ങി നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക്. കഴിഞ്ഞ വർഷത്തേക്കാളും ടിക്കറ്റ് കൗണ്ടറിന് കുറച്ചധികം സ്പേസ് ഈ പ്രാവശ്യം കാണുന്നുണ്ട്. ആദ്യ ദിവസം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആരെയും കാണുന്നില്ല. ഞങ്ങൾ മാത്രമായപ്പോൾ ആശങ്കയിലെ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. എന്താണ് ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് തന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അവർ തന്ന ഒരു നോട്ടിൽ ചെറിയൊരു കീറലുണ്ടേ. അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു മാറ്റി വാങ്ങി. രാഹുൽ വിചാരിച്ച് ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ കഥയും പറഞ്ഞ് നിൽക്കുക എന്നാണ്. ഒരു ടിക്കറ്റിന് 60 രൂപ ചാർജ്, 2 ടിക്കറ്റിനൂടെ 120 രൂപ. അതത്ര അധികമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഈ പ്രാവശ്യം ഓൺലൈനായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഉച്ച സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. ആരെയും കാണുന്നുമില്ല. അധികം പേരൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടെന്ന് തോന്നുന്നു. പൂപ്പുലി 2020 ചെന്ന കവാടം കാണാം കേട്ടോ. അങ്ങനെ കവാടത്തിലൂടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് നേരെ പൂപ്പുലിയിലേക്ക്. ഉള്ളിലും പൂപ്പുലി എന്നൊരു ബോർഡ് കാണാം കേട്ടോ. അതിന്റെ ചുറ്റുമായിട്ട് നിരവധി പൂക്കൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇതിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നില്ല. കുറച്ചൊരു ഇങ്ങനെ ജോലി ചെയ്യുന്നത് കാണാവേ. പിന്നെയും കുറച്ചൊരു മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഹാർട്ടിന്റെ ആകൃതിയിലുള്ള നിരവധി കവാടങ്ങളാണ് കേട്ടോ. ചെറിയ ചെടികൾ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കണേ. എന്നാൽ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ചെടികൾ കൊണ്ടാണ് ഇതുപോലത്തെ ഒരുപാട് ഹാർട്ടിന്റെ ആകൃതിയിലുള്ള കവാടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. എന്നാലും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഏകദേശം 13 ഏക്കറിലായിട്ടാണ് ഈ പ്രാവശ്യം പൂപ്പുലി ഒരുക്കിയിരിക്കുന്നത്. പിന്നെയും കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഇതുപോലത്തെ വ്യത്യസ്ത കാഴ്ചകളാണ് കേട്ടോ. ഒരു ബട്ടർഫ്ലൈ ആണ്, അതിന് ചുറ്റും നല്ല പച്ചപ്പൊക്കെ പുതച്ച് അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഹോഴ്സിനെയും കാണാം കേട്ടോ. ഇതുപോലെയുള്ള ഒരുപാട് വ്യത്യസ്ത കാഴ്ചകൾ നമുക്കിവിടെ കാണാം കേട്ടോ. അതിനോട് ചേർന്നിട്ട് ഒരുപാട് പൂച്ചെടികളും കാണാവേ. ഈ പൂച്ചെടികളെല്ലാം ഇവിടെ തന്നെ വിത്ത് പാകി മുളപ്പിച്ചെടുക്കുന്നവയാണ്. അതിനോട് ചേർന്നിട്ട് നമുക്ക് ഒരു ഓഫീസ് കെട്ടിടം കാണാവേ. നിങ്ങൾ ഓഫീസ് കെട്ടിടത്തിന്റെ മോഡൽ നോക്കിയേ. ഒരു കെട്ടുവള്ളത്തിന്റെ മാതൃകയിലാണ് ഓഫീസ് കെട്ടിടം. അങ്ങനെ ധാരാളം കാഴ്ചകളാണ് നമുക്കിവിടെ കയറുമ്പോൾ തന്നെ ഈ ഒരു ഫ്ലവർ ഷോ സമ്മാനിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ. നല്ല വെയിലാണ്, നല്ല വെയിലത്തുള്ള നടപ്പാണ്, നല്ല ഉച്ച സമയമാണ്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം പേരൊന്നും ഇന്ന് എത്തിയിട്ടില്ല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഇതിന്റെ ഉള്ളിലായിട്ട് ചെറിയൊരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ ഒത്ത നടുക്കായിട്ട് ഒരു കൈപ്പത്തി കാണാം. അതിന്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, അതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം ചെടികളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെടികളെ ഹാങ് ചെയ്ത് വെച്ചേക്കാട്ടോ. എന്നാൽ അതിമനോഹരമായ കാഴ്ച കേട്ടോ, വന്ന് തന്നെ കാണണം കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രശ്നം ട്രെൻഡിങ് ആകുമ്പോൾ ഒരു ഐറ്റം കണ്ടോ, ഹാർട്ടിന്റെ ആകൃതിയിലുള്ള ക്ലോക്ക്. ഇതും മൊത്തം ചെടികൾ കൊണ്ട് മാത്രമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കവാടത്തിന്റെ അടുത്തായിട്ട് നിങ്ങളത് ദൂരേക്ക് നോക്കിയേ, ഒരു ടാപ്പ് ഇങ്ങനെ വായിൽ നിൽക്കുന്നുണ്ടോ. എന്നാൽ അതിന്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ, ഇങ്ങനെ ചെടി ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കണേ. പക്ഷെ ദൂരെ നോക്കി കഴിയുമ്പോൾ ടാപ്പ് ഇങ്ങനെ വായുവിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. അതുപോലെ തന്നെ കപ്പ് കണ്ടോ, ആ കപ്പ് ഇങ്ങനെ വായുവിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. എന്നാൽ ഇതിന്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താഴെ ചുവട്ടിലായിട്ട് ചെടി ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കണേ കാണാം കേട്ടോ. പിന്നെ ഇവിടെ വരുന്നൊരു വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പൂ പറിക്കാൻ പാടില്ല കേട്ടോ. ഒരു പൂ പറിച്ച് കഴിഞ്ഞാൽ 500 കേട്ടോ ഇവിടുത്തെ ഫൈന്. ഒരുപാട് പൂക്കളാണ് കേട്ടോ. വ്യത്യസ്തമായി ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഫ്ലവേഴ്സ് അധികം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏത് സമയത്ത് സന്ദർശകർക്ക് ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. ഒരു ചെറിയ ചാർജ് കൊടുത്താൽ മതി. ഇത്രയും ടിക്കറ്റ് ചാർജ് ഇല്ല കേട്ടോ. നമ്മൾ ഈ പൂപ്പലിന് സമയത്ത് അല്ലാതെ വരുമ്പോൾ ചെറിയൊരു ടിക്കറ്റ് ചാർജ് മാത്രം മതി കേട്ടോ. പക്ഷേ ഇത്രയധികം ഫ്ലവേഴ്സ് നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റില്ല. വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ് ഇതിൽ നമുക്ക് ഒരു വട്ടെങ്കിലും വന്ന് സന്ദർശിക്കാനൊക്കെ പറ്റൂലോ. ഈ ഫ്ലവർ ഷോ ഇല്ലാത്ത സമയത്തൊക്കെ ധാരാളം പേര് നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്ന കാണാം കേട്ടോ. ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. കണ്ടമാനം ഫ്ലവേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം ഒന്നും ഉൾപ്പെടുത്തായിരുന്നേ. ഇത്രയധികം ഫ്ലവേഴ്സ് ഒന്നിച്ച് കാണണമെങ്കിൽ ജനുവരി 15 മുമ്പ് തന്നെ വരണം കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗി കാണാൻ രാത്രി ആയിരിക്കുന്നത്. അപ്പോൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ ഈ ഒരു ഭാഗം കാണാൻ. ഇത് 9ാമത്തെ ഫ്ലവർ ഷോ കേട്ടോ ഇവിടെ നടക്കുന്നത്. 9 വർഷങ്ങളിലായി തുടർച്ചയായിട്ട് പൂപ്പൽ നടത്തിയിരുന്ന കാർഷിക സർവകലാശാലയാണ്. എന്നാൽ ഈ വർഷം പതിവിന് വിപരീതമായിട്ട് കാലിക്കറ്റുള്ള ഇവന്റ് മാനേജ്മെന്റിനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. വിശാലമായ 2 വലിയ തടാകങ്ങളുണ്ട് കേട്ടോ.
ആ തടാകത്തിന്റെ ചുറ്റുമാണ് ഇതുപോലെയുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ദാ ഇത് കണ്ടോ, വ്യത്യസ്തമായ വേറൊരു കാഴ്ച ഉണ്ട്. ഇതൊരു കിണറാണ്. ഒരു കിണർ നോക്കി എങ്ങനെയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ധാരാളം വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാം ട്ടോ. അതുപോലെ തന്നെ ഇവിടെ അതിനോട് ചോട്ടിലെ തന്നെ മറ്റൊരു തടാകം കാണാം. ആ തടാകത്തിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണാം ട്ടോ. കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 1-ാം തീയതി ആണെങ്കിൽ തന്നെ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അന്നേരം ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വൈകുന്നേര സമയങ്ങൾ അല്ലെങ്കിൽ രാത്രിയൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും ട്ടോ. അന്നേരം വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, മാക്സിമം രാത്രി വരാനൊക്കെ. ഉച്ച സമയമുണ്ട് നടന്നു മടുത്തു. അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാന്ന് ഓർത്തു ട്ടോ. തൊട്ടടുത്ത ഐസ്ക്രീം കടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നടത്തം കണ്ടിട്ട് രാഹുൽ ചോദിക്കുന്നുണ്ട് തല്ലാൻ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്ടോ. എന്നിട്ട് 2 ഐസ്ക്രീം വാങ്ങിച്ചു. ഐസ്ക്രീം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാഹുലിന് ഈ ഒരു ഷോട്ട് നിർബന്ധമാണ്. അങ്ങനെ രാഹുലിൻ്റെ ഇഷ്ടപ്രകാരം ആ ഒരു ഷോട്ടും കൂടി എടുത്തു. പിന്നെ തൊട്ടടുത്തൊരു സ്ഥലം നോക്കി ഇരിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ തൊട്ടടുത്തൊരു സ്ഥലം കിട്ടിയിട്ട് നല്ല വിശാലമായ ഒരു സ്ഥലം. അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ആ പാർക്കിലേക്കാണ്. പുറമേ നോക്കുമ്പോൾ ചെറിയൊരു പാർക്കായിട്ടാണ് തോന്നുന്നത്. പക്ഷേ കുട്ടികൾക്കുള്ളൊരു പാർക്കാണ്. എന്തുകൊണ്ടും വലിയൊരു പാർക്ക് തന്നെയാണ്. ഇവിടെ ഒരു ട്രെയിൻ കാണാം കേട്ടോ. വയനാട്ടുകാർ ഏറ്റവും ഒരു സ്വപ്നമായ ട്രെയിൻ ഇങ്ങനെ കിടക്കാൻ 2 വർഷമായി. കഴിഞ്ഞ വർഷം നമ്മൾ വന്ന സമയത്ത് ഈ ഒരു ട്രെയിൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ജനുവരി 15-ാം തീയതി വരെ മാത്രമേ ഈ ഒരു പാർക്ക് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അന്നേരം കുട്ടികളെയും കൊണ്ട് വരുന്നത് അതിന് മുമ്പായിട്ട് വരാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും വിശാലമായ പാർക്ക് ഞാൻ പറഞ്ഞത് അതിവിശാലമായ പാർക്കാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ നമുക്ക് ഈ പാർക്കിൻ്റെ ഉള്ളിൽ കാണാം. നമ്മൾ നേരത്തെ കണ്ട ട്രെയിനിൻ്റെ ഒരു സൈഡ് വ്യൂ ഇങ്ങനെയാണ്. ആ ട്രെയിനിൻ്റെ സൈഡ് വ്യൂവിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ നാക്ക് നീട്ടിക്കുന്ന ഒരു കക്ഷിയെ കാണാം കേട്ടോ. അടുത്തേക്ക് നോക്കിയപ്പോൾ ഒരു തവളയെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ചെറിയൊരു ഫാം ഉണ്ട് കേട്ടോ. ഫാമിലാണെങ്കിൽ ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ പ്രാവും അതുപോലെ തന്നെ ഗിനിപ്പന്നി, നമ്മൾ ഗിനിപ്പന്നി കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫാമിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. ഇവിടെ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. എല്ലാത്തിൻ്റെയും വർക്ക് നടക്കുന്നേ ഉള്ളേ. ജനുവരി 1-ാം തീയതി കേട്ടോ നമ്മൾ വന്ന് 2-ാം തീയതി മുതലുള്ള ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണെന്ന് പറഞ്ഞ് ട്രെൻഡിങ് ആകാൻ പറ്റുന്ന ഷോപ്പ് ഞാൻ കാണിച്ചു തരാവേ. പഴയകാല മിഠായി 90 കിഡ്സിൻ്റെ കാലത്തുള്ള എല്ലാ ടൈപ്പും മിഠായി നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. എന്തായാലും 20 കിഡ്സിനൊക്കെ വല്ലാത്തൊരു അനുഭവമായിരിക്കും കേട്ടോ ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ. അവർ കണ്ടിട്ടും കേട്ടിട്ടും പോലില്ലാത്ത മിഠായികളൊക്കെ നമുക്കിവിടെ ഒരുപാട് കാണാൻ കഴിയും കേട്ടോ. ഷോപ്പിൻ്റെ പ്രമോഷൻ ഒന്നല്ല കേട്ടോ. ഇതുപോലത്തെ ഒരു ഷോപ്പ് കണ്ട സമയത്ത് ഒരു വ്യത്യസ്തത തോന്നി. അന്നേരം വീഡിയോ ആക്കി ഇട്ടെന്നിട്ടുള്ളൂ. ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇതുപോലെയുള്ള ധാരാളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും കേട്ടോ. എന്താണ് വൈകുന്നേര സമയങ്ങളിലാണ് ഇതൊക്കെ ഒന്ന് കുറച്ച് ആക്റ്റീവ് ആവാൻ തോന്നും. അതുമാത്രമല്ല ഇവിടെ ഒരുപാട് മ്യൂസിക് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടോ. അതിൻ്റെ എല്ലാം പ്രവേശനം ഈ ഒരു ടിക്കറ്റ് തന്നെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. അതെല്ലാം വൈകുന്നേരങ്ങളിലാണ് നടക്കുന്നത്. ഈ 15 ദിവസം വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഇവിടെയും കാണുന്ന ഹാർട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരുപാട് കവാടങ്ങൾ തന്നെയാണ്. വളരെ വ്യത്യസ്തമായ തെയ്യക്കോലം നമുക്കിവിടെ കാണാം കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. എന്തായാലും നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് നിങ്ങൾക്ക് മുതലാവുന്നൊരു സംശയം വേണ്ട കേട്ടോ. അന്നേരം ജനുവരി 15-ാം തീയതിക്ക് മുമ്പ് എന്തായാലും ഒരു വട്ടെങ്കിലും വന്ന് ടിക്കറ്റ് ധൈര്യം എടുത്ത് കയറി കാണാവുന്നതാണേ. ഈ ഒരു പൂപ്പൂലയും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വ്യത്യസ്ത വീഡിയോ എത്രയും വേഗം വരാം.